എന്റെ സുഹൃത്തെ, റിസ്ക് ഇല്ലാതെ പണം കിട്ടാനുള്ള എളുപ്പവഴിയുണ്ട്. വേണോ നിനക്ക്? ഇത്രയേ ഉള്ളൂ. നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രം മതി. നമ്മുടെ അക്കൗണ്ടിലേക്ക് വെറുതെ 25,000 രൂപ വരും, അല്ലെങ്കിൽ 30,000 രൂപ വരും. നമുക്ക് എപ്പോഴും പഠനവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഈ ഒരു പ്രലോഭനത്തിൽ വീണു പോകുന്ന ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പ്രിയമുള്ളവര്, ഉബൈദുള്ളയാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം, 2 ദിവസം മുമ്പ് ഒരു മാതാവ് എന്നെ വിളിച്ച് പറഞ്ഞൊരു സങ്കടമാണ്. +2 കഴിഞ്ഞ് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിന്റെ സുഹൃത്ത് മുഖേനയാണ് ഈ വലയിൽ പെട്ടുപോയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഉറ്റ ചങ്ങാതിമാരും അല്ലെങ്കിൽ ബന്ധുക്കളും മുഖേനയാണ് പല ആളുകളും ഇതുപോലുള്ള ചതികുഴിയിൽ ചെന്ന് വിടുന്നത്. കാരണം നമുക്ക് അവരെ വിശ്വാസമാണല്ലോ, വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടല്ലോ. ആയതുകൊണ്ട് അത് മുതലെടുക്കാൻ പല ആളുകളും ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല, അവരെ മറ്റുള്ളവർ ചീറ്റ് ചെയ്യുന്നു. മനസ്സിലാക്കേണ്ടത്, സുഹൃത്ത് മുഖേന ഒരു വിദ്യാർത്ഥി പെട്ടുപോയൊരു കഥയാണ്. ആ കുട്ടിയുടെ പ്രൂഫെല്ലാം വെച്ചിട്ട് ഒരു ബിസിനസ് അക്കൗണ്ട് തുടങ്ങി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലേക്ക് 25,000 രൂപ വന്നു. ATM കാർഡൊക്കെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോഴേക്കും ഈ അക്കൗണ്ടിലേക്ക് 65 ലക്ഷം വന്നു. അധികം വൈകാതെ വീണ്ടും ഒരു 75 ലക്ഷം വന്നു. ഇത് കണ്ടപ്പോ ആ ബാങ്ക് തന്നെ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. പിന്നെയാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘത്തിന്റെ ചതിക്കുഴിയിലായിരുന്നു ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ചെന്ന് പെട്ടിട്ടുള്ളത്. അവന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ട് അവന്റെ പേരിലാണ് കേസ് വന്നിട്ടുള്ളത്. ഹോസ്റ്റൽ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അതിരാവിലെ 6 മണിക്ക് പോലീസ് വന്നിട്ട് ഈ വിദ്യാർത്ഥിയെ പൊക്കിക്കൊണ്ടുപോവാണ്. നിരപരാധിയായ വിദ്യാർത്ഥിക്ക് എങ്ങനെ നേരിടണമെന്ന് അറിയില്ല. കാരണം ഡൽഹിയിലാണ്, നമുക്കൊരു സ്വാധീനമില്ലാത്ത സ്ഥലമാണ്. ഈ വിവരമറിഞ്ഞ മാതാവ് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കണ്ട് അവര് മുഖേന നല്ലൊരു വക്കീലിനെ, പ്രഗത്ഭനായ വക്കീലിനെ തരപ്പെടുത്തി കൊടുത്തു. പിതാവില്ലാത്ത കുട്ടിയാണ്. ഈ മാതാവ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് 2 പ്രാവശ്യം ഡൽഹിയിലേക്ക് പറക്കേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 3 മാസം റിമാൻഡിലായ വിദ്യാർത്ഥിക്ക് എക്സാം എഴുതാൻ പോലും പരോളിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നു. ഇപ്പോഴും കോടതിയിലാണ് കേസുള്ളത്. അതിന്റെ ഓരോ നൂലാമാലകൾ നീക്കി വരുമ്പോഴാണ് അടുത്ത കേസ്. മറ്റൊരാള് വീണ്ടും ഈ കുട്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അക്കൗണ്ട് ഈ കുട്ടിയുടെ പേരിലാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചതിക്കുഴികൾ പലതരമുണ്ട്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, എഡ്യൂക്കേറ്റഡ് ആയ വിദ്യാർത്ഥികൾ പോലും, യുവാക്കൾ പോലും അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ചിന്തിക്കുക. ഈ മാതാവ് ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നല്ല പ്രയാസം അനുഭവിക്കുകയാണ്. ഡൽഹിയിൽ പോയി വരിക എന്ന് പറയുമ്പോൾ ചില്ല റിസ്ക് ഒന്നല്ല തന്നെയുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താ അറിയോ? ഒരാളും നമുക്ക് നേരെ അർഹതയില്ലാത്തൊരു ഓഫറുമായി വന്നാൽ അതിലൊരു ചതിക്കുഴി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊരു സത്യം നമ്മൾ ഓരോ ആളുകളും ഒരു കോമൺ സെൻസ് വെച്ചിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളതിൽ പെട്ടുപോവില്ല. അഥവാ ഈ പ്രലോഭനത്തിൽ വീണിട്ട് ഈ തുച്ഛമായ 25,000 അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൂഫ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ ശ്രദ്ധിക്കുക. പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കെണിയിലാണ്, ഒരു വലയിലാണ് നമ്മൾ കുടുങ്ങിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥി ഇപ്പൊ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, പെടാപ്പാടുപെടുകയാണ്. അപ്പോഴാണ് അടുത്ത കേസും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓൺലൈൻ തട്ടിപ്പ്, സൈബർ തട്ടിപ്പ് നടക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അവരുടെ ലക്ഷ്യം നമ്മളെ വീഴ്ത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം എന്താവണം? വീഴാതിരിക്കുക എന്നുള്ളതായിരിക്കണം. ആയതുകൊണ്ട് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ആര് ഓഫറുമായി വന്നാലും അവരെ ഗെറ്റ് ഔട്ട് എടുക്കാൻ എല്ലാവരും തയ്യാറാവുക. താങ്ക് യു.